പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം. ചെറിയവരും വലിയവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ അറിയാത്തവർ പ്രാർത്ഥിക്കുക. യേശു തരും. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ വലിയൊരു ശക്തി ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. അനേകം ഹൃദയങ്ങളിൽ യേശുവിനെ കുറിച്ചുള്ള തീക്ഷ്ണത വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അടുത്ത വർഷം ഇവിടെ ഒരു ശുശ്രൂഷ വെക്കുന്ന സമയത്ത് ഈ ദേശം മുഴുവൻ നിറയുന്ന വിധത്തിൽ ആത്മാക്കളെ കൊണ്ടുവരാൻ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് വചനത്തെ ഹൃദയം തുറന്ന് സ്വീകരിച്ച മറിയത്തിന്റെ വലിയ അഭിഷേകം, നമ്മുടെ മുന്നേ കടന്നുപോയ അനേക രക്തസാക്ഷികളുടെ വലിയ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ജനഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഒരു അപേക്ഷിക്കുന്നു. നിമിഷം കണ്ണടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞാട് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ അയൽക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്ത് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ ആഗ്രഹിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ. ഒരു വചനപ്രകാരം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഘോഷിക്കപ്പെട്ട വചനങ്ങൾ ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ വചനം പറയുകയാണ്. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു. നാം മരിച്ചാലും അവനെ സ്വന്തമായി മരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നാം ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിന് സ്വന്തമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും ദൈവമായിട്ട് പുനർജനിച്ചത്.
സന്തോഷത്തോടെ രണ്ട് കരങ്ങളെ ഉയർത്തി നമ്മളിവിടെ ഇപ്പോൾ കേട്ട എല്ലാ ശുശ്രൂഷകൾക്കും എല്ലാ ആരാധനകൾക്കും തിരുസഭയോട്, വൈദികരോട്, അൽമായരോട്, സന്യസ്തരോട്, ഈ കടന്നു വന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഒരു നിമിഷം നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഈ ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്ക് നന്ദി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു വർഷം വലിയ സഹനത്തിന്റെയും വേദനയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ആനന്ദത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും അവന്റെ നാമത്തിൽ നിൽക്കുവാനും പറ്റിയത് ഇപ്പോൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? നാളുകൾക്ക് മുമ്പേ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി പോവാനും, കുഞ്ഞുങ്ങളെ കൂട്ടി കൈയോടിച്ച് പോവാനും, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടുവാനും ഒക്കെയുള്ള ഒരു കൃപ തന്നുകൊണ്ട് വലിയ വേദനകളും സഹനങ്ങളും ഒക്കെ വന്നപ്പോൾ അവിടെ നിൽക്കുവാനുള്ള വലിയ കൃപ കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി ആനന്ദത്തോടെ ബ്രദർ രണ്ടുപേരും പറഞ്ഞു, ആ ദൈവത്തിലുള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത് സഹനം വന്നാലും വേദന വന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അവരെ പ്രതി സഹിക്കുവാനുള്ള അനുഗ്രഹം കൂടി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് തന്നിരിക്കുന്നത് തിരുസഭയിലൂടെയും അതിനോട് നമ്മൾ ചേർന്ന് നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് മാത്രമാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീഴുമോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ഒരു സമയം ദൈവം ദാനമായി തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണ്. ഈ ഇതുപോലൊരു ശുശ്രൂഷ വെച്ചത് അലൻ ജീവിച്ചിരുന്ന സമയത്താണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കത് പറയണം, 2 മിനിറ്റ് എടുത്താലും നിങ്ങളത് കേൾക്കണം. ആദ്യമായിട്ട് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ രാവിലെ ഞാനും അലനും പറഞ്ഞു, നമുക്കിവിടെ ഡാഡി ഒരു കുരിശിന്റെ വഴി എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ അമ്മ ഇവിടെ ഇപ്പോൾ ഇതുപോലൊരു കസേര വെളുപ്പിനെ 6:30 ആയപ്പോൾ ഇവിടെ ഞാനും അതിനോട് മുട്ടുകുത്തി ഒരു കുരിശിന്റെ വഴി മൊത്തം എടുത്തു അന്നത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ അത് ഓർക്കുകയായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നത്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഇന്നും എഴുന്നേറ്റും അവന്റെ കൂടെ കൈപിടിച്ചും ഒക്കെ എന്നപ്പോൾ എൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു, എന്തോ ഇവർ ചെയ്യുന്നതിനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും അതേ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവൻ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്, നാം സ്വന്തമായിട്ടുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇടവക അച്ഛനോട്, തോമസ് അച്ഛനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് വലിയ സന്തോഷമായി ആ ഇടവകയിൽ നിന്നും അച്ഛനിൽ നിന്നും എനിക്ക് ലഭിച്ച ആ ഒരു വലിയ ആനന്ദം ഇപ്പോൾ ഞാൻ അച്ഛനെ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. അച്ഛനും കൂടെ കാണിച്ച ആ ഒരു സ്നേഹം ഞാൻ അതിന് നന്ദി പറയുന്നു. അതുപോലെ ഇടവകയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ തിരുവേദി ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. എപ്പോഴും ഇവിടെ ഒരു കൂട്ടായ്മ വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും വരും. അവരെ ഓർത്ത് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുവാൻ ഇവിടെ കടന്നു വന്ന് ഞങ്ങളോട് സഹകരിക്കുവാൻ കാണിച്ച സ്നേഹത്തിനെ ഓർത്ത് ഞാൻ സിസ്റ്റേഴ്സിന് നന്ദി പറയുന്നു. അതുപോലെ പ്രിയപ്പെട്ടവരെ, സ്നേഹബഹുമാനപ്പെട്ട സെഹിയോൻ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സേവ്യർ ഖാൻ കൊട്ടായച്ചൻ, സ്നേഹബഹുമാനപ്പെട്ട അച്ഛനോട് ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, അതിനും അവിടെ നിന്നാണ് ഈ പ്രിയപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് നാളുകൾ ശുശ്രൂഷയൊക്കെ ചെയ്തു. പക്ഷേ ഈ വേർപാടിന്റെ ദുഃഖത്തിന്റെ സമയത്തിൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അവരുടെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ കൂടെ ഒന്നിച്ച് ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തതാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്നേഹബഹുമാനപ്പെട്ട പ്രവീൺ ബ്രദറിനെയും ജോപോൾ ബ്രദറിനെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹവിരുന്നിൽ വന്ന് ഞങ്ങൾക്ക് വചനങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനും ആനന്ദിപ്പിക്കുവാനും കാണിച്ച തീഷ്ണത ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുപോലെ പാടാൻ ഇവിടെ കടന്നു വന്ന അജിത് ബ്രദർ, ആ പ്രിയപ്പെട്ട മകൻ എപ്പോഴും അത് വിളിച്ചാലും ഞങ്ങളുടെ കൂടെ വരികയും അതുപോലെ ശുശ്രൂഷകൾ നയിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവനെ നന്ദി പറയുന്നു. അതുപോലെ ഇടവകയിലുള്ള
അപ്പോൾ ബ്രദറെ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. അവർ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളോടും ഈ സ്നേഹവിരുന്നിൽ വന്ന് ഈ വചനവിരുന്നിൽ, സ്നേഹം എന്ന് പറയുമ്പോൾ വചനവിരുന്നിൽ പങ്കെടുത്ത് വലിയൊരു അഭിഷേകവും വലിയൊരു ആനന്ദവും നിങ്ങൾക്കുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം ചെയ്ത ഒരു വലിയ നന്മയായിട്ട് ഞാൻ കണക്കാക്കിക്കൊണ്ട് എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ഒരു നിമിഷം ദൈവം ചൊല്ലി ഞാൻ അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ പ്രിയപ്പെട്ടവരെ, യേശുവേ നന്ദി. അതുപോലെ ഞാൻ എടുത്ത് മറന്നിട്ടല്ല, ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും വഴികളിലുണ്ടായിരുന്നു. ഇന്നും സ്നേഹത്തോടെ അറിഞ്ഞപ്പോൾ ഓടി എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ തൊട്ടടുത്താണ് വീട്. അച്ഛനെ എല്ലാത്തിലും എൻ്റെ കൂടെ നിന്ന് അച്ഛനായി എപ്പോഴെന്നെ ഇവിടെ വന്നാലും കാണുകയും കേൾക്കുകയും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അച്ഛൻ വന്നതിലും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അച്ഛനെ ഓർക്കുകയാണ്. അതുപോലെ എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി പറയുന്നു. ഇനി അടുത്ത നിമിഷം ഞാൻ സ്നേഹമാനപ്പെട്ട അച്ഛനെ ഇവിടേക്ക് വിളിക്കുകയാണ്. നമുക്ക് അവസാനത്തെ ഒരു ബ്ലെസ്സിംഗ് ആണ്. അത് തന്നെയല്ല, അതിനു മുമ്പ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തോമസ് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഈ ഒരു സമയം അതുപോലെ ഇവിടെ വന്ന അച്ഛനെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഒത്തിരി നന്ദി. ടാനി അച്ഛനെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ചേർന്ന് നമുക്ക് അച്ഛനെ നമുക്കൊന്ന് ആ കരങ്ങൾ രണ്ടും ഉയർത്തി അച്ഛനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അച്ഛനെ അനുഗ്രഹിക്കണമേ കർത്താവേ. അച്ഛന്റെ ശുശ്രൂഷ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. അനേക ആത്മാക്കളെ നേടുവാനുള്ള വലിയ ശക്തി കൃപയെല്ലാം കർത്താവേ ദാനമായി കൊടുക്കട്ടെ അച്ഛനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ, യേശുവേ മഹത്വം, യേശുവേ നന്ദി. തുടർന്ന് അച്ഛനെ കേക്ക് മുറിക്കുന്നതായിരിക്കും. കേക്ക് മുറിച്ച് കേക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നമ്മുടെ ഭക്ഷണം കഴിയുമ്പോൾ അതെല്ലാവർക്കും തരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും അത് കഴിഞ്ഞിട്ട് പോകാനും അവസാനത്തെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം പൊഴിയുന്ന സായാഹ്നത്തില് ഒരു മകന്റെ ഓർമ്മയുമായി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഓർമ്മകളില് എൻ്റെ ജന്മദിനം കൂടി ആഘോഷിക്കുമ്പോൾ ദൈവം എന്നിൽ ചൊരിയുന്ന എല്ലാ കൃപകൾക്കും ഞാൻ എങ്ങനെ നന്ദി പറയും? രക്ഷയുടെ പാനപാത്രമെടുത്ത് അങ്ങേ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ അല്ലാതെ. ഇന്ന് പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷം. ഈ ഒരു ദിവസം ഇത്രമാത്രം മനോഹരമാക്കി തീർത്ത അലൻ്റെ പിതാവിനെ ഓർക്കുന്നു, അവരുടെ കുടുംബത്തെ ഓർക്കുന്നു, അമ്മയെയും സഹോദരിയെയും അമ്മുമ്മയും എല്ലാവരും ബന്ധുക്കളെല്ലാവരും പ്രത്യേകം ഓർക്കുകയാണ്. ഒപ്പം വചനപ്രഘോഷം നടത്തുവാനായി കടന്നു വന്ന അട്ടപ്പാടിയിലെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പല അവസരങ്ങളിലും അവിടെ വന്ന് ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ 4-5 വർഷം സീനിയർ മാത്രമാണ് സേവ്യർ ഖൻബട്ടായിൽ അച്ഛൻ. അപ്പോൾ ഞങ്ങൾ സമകാലികരായിട്ട് തന്നെ അച്ഛൻ തിയോളജി സെക്ഷനിൽ പഠിക്കുമ്പോൾ ഞാൻ ഫിലോസഫി സെക്ഷനിലുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വചന പ്രഘോഷകനായിട്ട് അച്ഛൻ മാറിയതിലൊക്കെ സന്തോഷമുണ്ട്. അവിടെ പലപ്പോഴും ഞങ്ങൾ വന്ന് കഴിഞ്ഞ 30 വർഷം രൂപതയിൽ എല്ലാ വൈദികരും അഭിമന്യ പിതാവിനോടൊപ്പം അട്ടപ്പാടിയിൽ വന്ന് വചന ധ്യാനത്തിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിന് ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന ഇടവകയിലെ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
പിന്നെ അലൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് 2 വഴികളിലൂടെ കടന്നു വന്നവരും അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ നിറസാന്നിധ്യത്തിനും എല്ലാവരുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് ബ്ലെസ്സിങ്ങിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. 2 അച്ഛന്മാരും കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അലനെ പ്രത്യേകം ഓർക്കുകയാണ്. മകൻ ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നു. ഒരപ്പൻ തീയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ശുശ്രൂഷ നടത്തുന്നത്. അച്ചായ, ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ മകനെ ഓർത്ത്. കാരണം ഇങ്ങനൊരു പിതാവിനെ കൊടുത്തല്ലോ, ഇങ്ങനൊരു അമ്മയും ഒരു സഹോദരിയും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവൻ ദൈവത്തിൻ്റെ മടിത്തട്ടിലുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കും. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും ഈ പ്രദേശത്തിന് വേണ്ടിയും തീർച്ചയായിട്ടും അവൻ മാധ്യസ്ഥം വഹിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളെ ധൈര്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹീതമായ മനോഹരമായ സന്ധ്യക്കായി ഇതിനെ സ്തുതിക്കുന്നു. കൂടി അനുഗ്രഹമാക്കി തൃപ്തനായി സ്തോത്രം. ശുശ്രൂഷിക്കുന്നത് നൽകി അവിടുത്തെ അഭിഷിക്തരെയും ദേവദാസന്മാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ദൈവസന്നിധിയിൽ ദൈവമേ 1 വയസ്സുകൂടിയായിരിക്കുന്ന പ്രിയന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെയും പ്രതീക്ഷിച്ച പ്രഹവൻ പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രാർത്ഥനയായ കുടുംബത്തിന് ദേശത്തിനാക്കി തീർക്കണമേ. ദുഃഖത്തിലും ലാഭത്തിലുമായിരിക്കുന്നവർക്കുള്ള സമാധാനം നൽകണമേ. സന്നിധിയിലായിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകലതും സകലത്താലെയും നിലവരാതെയും പരിശുദ്ധാത്മാവിനെയും ഇന്ന് വന്നവരെ സ്തുതിപ്പാനായിട്ട് തന്നെ. Thank you.